നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഇന്ത്യ എന്നാൽ ആരാണ്, എന്താണ് എന്ന കൃത്യമായ ധാരണ ഇനിയും പാകിസ്ഥാന് വന്നിട്ടില്ല എന്നാണ് തോന്നുന്നത്. നരേന്ദ്രമോദിയുടെ ഇന്ത്യ ചൊറിയാനുള്ള സാഹസം ലോകശക്തികൾ വരെ ഇപ്പോൾ ചെയ്യാറില്ല. എന്നിട്ടും അങ്ങനെ ഒരു അവിവേകത്തിന് ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് പാകിസ്ഥാൻ. ഒരവസരം കിട്ടിയാൽ ഇന്ത്യ പൂട്ടാൻ നോക്കുക എന്ന അടിസ്ഥാന ദൗത്യമായി ഏറ്റെടുത്തിരിക്കുന്ന രാജ്യമാണ് പാകിസ്ഥാൻ എന്ന് ആരോടും പ്രത്യേകിച്ച് പറയേണ്ടതില്ല. അവരുടെ ഈ കുത്തിത്തിരിപ്പ് നയം ഒരിക്കൽ കൂടി പ്രാവർത്തികമാകാൻ ശ്രമിച്ച് പൊതുമധ്യത്തിൽ നാണം കെട്ട് നിൽക്കുകയാണ് പാകിസ്ഥാൻ എന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ പാകിസ്ഥാൻ സന്ദർശന വേളയിലാണ് കുത്തിത്തിരിപ്പ് പരിപാടിയുമായി പാകിസ്ഥാൻ ഒന്ന് എറിഞ്ഞു നോക്കിയത്. എപ്പോഴും ചെയ്യുന്നത് പോലെ കാശ്മീർ വിഷയം തന്നെയായിരുന്നു വീണ്ടും എടുത്തിട്ടത്. എന്നാൽ ഇന്ത്യക്കെതിരെ കാശ്മീർ വിഷയത്തിൽ ഇറാന്റെ പിന്തുണ ലഭിക്കും എന്ന് പ്രതീക്ഷിച്ച് നാണം കെട്ടിരിക്കുകയാണ് നമ്മുടെ അയൽ രാജ്യം. എന്നാൽ ഇന്ത്യക്കെതിരെയോ കാശ്മീരിനെ പരാമർശിച്ചോ ഒരക്ഷരം മിണ്ടാതെ ഇന്ത്യയുടെ സുഹൃത്ത് രാഷ്ട്രം തന്നെയാണ് ഞങ്ങളെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഇറാൻ. ഇങ്ങനെ ഒരാൾ അവിടെ നിന്ന് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് എന്ന് പോലും ശ്രദ്ധിക്കാതെ പാകിസ്ഥാൻ പ്രസിഡന്റിനെ പൂർണ്ണമായി അവഗണിക്കുകയായിരുന്നു ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി. പാകിസ്ഥാൻ പ്രസിഡന്റ് ഷഹബാസ് ഷെരീഫുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് നടത്തിയ പ്രസ്താവനയിലാണ് കാശ്മീർ വിഷയത്തെക്കുറിച്ചുള്ള ഒരു പരാമർശം തന്റെ പ്രസ്താവനകളിൽ കടന്നു വരാതിരിക്കാൻ ഇറാൻ പ്രസിഡന്റ് തീരുമാനിച്ചത്. 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി തിങ്കളാഴ്ചയാണ് പാകിസ്ഥാനിലെത്തിയത്. തുടർന്ന് സൈനിക മേധാവി ഉൾപ്പെടെയുള്ള രാജ്യത്തെ മുതിർന്ന നേതൃത്വവുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഫെബ്രുവരി 8 നടക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം ആദ്യമായാണ് ഒരു രാഷ്ട്രത്തലവൻ പാകിസ്ഥാൻ സന്ദർശിക്കുന്നത്. നേരത്തെ ഇരു രാജ്യങ്ങളും തമ്മിൽ അതിർത്തി കടന്ന് രൂക്ഷമായ പ്രത്യാക്രമണങ്ങൾ ഉണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് തകരാറിലായ ബന്ധം പുനഃസ്ഥാപിക്കാൻ കൂടിയാണ് ഇബ്രാഹിം റൈസി പാകിസ്ഥാനിൽ എത്തിയതെന്ന് അനുമാനിക്കപ്പെടുന്നു. ഇസ്ലാമിക രാഷ്ട്രമായിരുന്നിട്ടും ഇന്ത്യക്ക് ഇറാൻ നൽകുന്ന പ്രാധാന്യം കണ്ട് ഞെട്ടിയിരിക്കുകയാണ് പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ അത് തെറ്റാവുകയില്ല. പാകിസ്ഥാനിൽ ചൈന മുൻകൈയെടുത്ത് നിർമ്മിക്കുന്ന ഗാദ്വാർ പോർട്ടിന് ബദലായി ഇന്ത്യ നിർമ്മിക്കുന്ന ചബഹാർ പോർട്ട് സ്ഥിതി ചെയ്യുന്നത് ഇറാനിലാണ്. ഇറാന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് തന്നെ വലിയ മുന്നേറ്റം നൽകാൻ ശേഷിയുള്ളതാണ് ഇന്ത്യ അവിടെ നിർമ്മിക്കുന്ന ഈ തുറമുഖം. അതിനാൽ തന്നെ കാശ്മീർ വിഷയത്തിൽ ഇന്ത്യക്കെതിരെ ഇറാൻ എന്തെങ്കിലും പറയും എന്ന് കരുതിയ പാകിസ്ഥാൻ പ്രസിഡന്റിന്റെ വിഡ്ഢിത്തത്തിൽ ചിരിക്കുകയാണ് ഇപ്പോൾ ലോകം. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.